തനിക്ക് ഹിന്ദു മുസ്ലിം എന്ന വേർതിരിവില്ലെന്നും അങ്ങനെ ചെയ്യുവാൻ തുടങ്ങുന്ന നിമിഷം താൻ പൊതുപ്രവർത്തനത്തിന് യോഗ്യനല്ലെന്നും മോദി. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിനു ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുസ്ലിം വിഭാഗത്തെ ലക്ഷ്യം വെച്ച് നടത്തിയ പ്രസംഗം വിവാദമായതിനിടയിൽ മോദി ന്യൂസ് 18 നൽകിയ ഒരു അഭിമുഖത്തിലാണ് പ്രതികരണമുണ്ടായത്. ഏപ്രിൽ 21 രാജസ്ഥാനിലെ ബൻസ്വാഡയിൽ തെരഞ്ഞെടുപ്പ് റാലിയിൽ നടത്തിയ വിവാദ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: മുമ്പ് കോൺഗ്രസ് അധികാരത്തിലിരുന്നപ്പോൾ രാഷ്ട്രത്തിന്റെ സമ്പത്തിൽ മുസ്ലിങ്ങൾക്ക് ആദ്യ അവകാശമുണ്ടെന്ന് പറഞ്ഞിരുന്നു. അതിനർത്ഥം അവർ ഈ സമ്പത്ത് ആർക്ക് വിതരണം ചെയ്യുമെന്നാണ്. അവർ അത് കൂടുതൽ കുട്ടികളുള്ളവർക്ക്, നുഴഞ്ഞുകയറ്റക്കാർക്ക് നൽകും. അപ്പോൾ നിങ്ങൾ കഷ്ടപ്പെട്ട് സമ്പാദിച്ച പണം നുഴഞ്ഞുകയറ്റക്കാർക്ക് നൽകാമെന്നാണോ? നിങ്ങൾ ഇതിനോട് യോജിക്കുന്നുണ്ടോ? മോദിയുടെ ഈ പരാമർശത്തെ തുടർന്ന് കോൺഗ്രസ് നൽകിയ പരാതിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ബിജെപിക്ക് നോട്ടീസ് അയച്ചെങ്കിലും തുടർ നടപടികൾ ഉണ്ടായിട്ടില്ല. पहले जब उनकी सरकार थी उन्होंने कहा था कि देश की संपत्ति पर पहला अधिकार मुसलमानों का है। इसका मतलब ये संपत्ति इकट्ठी करके किसको बांटेंगे? जिनके ज्यादा बच्चे हैं उनको बांटेंगे। घुसपैठियों को बांटेंगे। क्या आपकी मेहनत की कमाई का पैसा घुसपैठियों को दिया जाएगा? അതേസമയം നുഴഞ്ഞുകയറ്റക്കാർക്ക്, കൂടുതൽ കുട്ടികളുള്ളവർക്ക് എന്ന് പറയുമ്പോഴെല്ലാം മുസ്ലിം വിഭാഗത്തെയാണ് ഉദ്ദേശിക്കുന്നത് എന്ന് എങ്ങനെ പറയാനാകുമെന്നാണ് അഭിമുഖത്തിൽ മോദി ചോദിക്കുന്നത്. താൻ മുസ്ലിങ്ങളെ കുറിച്ച് മാത്രമല്ല എല്ലാ ദരിദ്ര കുടുംബങ്ങളെയും കുറിച്ചുമാണ് സംസാരിച്ചത് എന്ന് മോദി പറയുന്നു. മുസ്ലിങ്ങളോടുള്ള സ്നേഹം മാർക്കറ്റ് ചെയ്യുന്നില്ല. വോട്ട് ബാങ്കിന് വേണ്ടിയല്ല താൻ പ്രവർത്തിക്കുന്നത്. സബ്കാ സാത്ത് സബ്കാ വികാസ് എന്നതിലാണ് താൻ വിശ്വസിക്കുന്നത് മോദി പറഞ്ഞു. ഞാൻ ഞെട്ടിപ്പോയി. കൂടുതൽ കുട്ടികളുള്ളവരെ കുറിച്ച് സംസാരിക്കുമ്പോഴെല്ലാം അവർ മുസ്ലിങ്ങളാണെന്ന് അനുമാനിക്കാമെന്ന് നിങ്ങളോട് ആരാണ് പറഞ്ഞത്? എന്തുകൊണ്ട് മുസ്ലിങ്ങളോട് ഇത്ര അനീതി കാണിക്കുന്നു? പാവപ്പെട്ട കുടുംബങ്ങളിലും ഇതാണ് അവസ്ഥ. ദാരിദ്ര്യമുള്ളിടത്ത് കൂടുതൽ കുട്ടികളുണ്ട്. എന്നാൽ കുട്ടികളെ പരിപാലിക്കാൻ കഴിയാത്ത സാഹചര്യമാണ് അവർക്കുള്ളത്, പ്രധാനമന്ത്രി പറയുന്നു. മാത്രമല്ല 2022 ഗോദ്ര കലാപത്തിന് ശേഷം എതിരാളികൾ മുസ്ലിങ്ങൾക്കിടയിൽ തന്റെ പ്രതിച്ഛായയ്ക്ക് മങ്ങലേൽപ്പിച്ചുവെന്നും മോദി ആരോപിച്ചു. തന്റെ വീടിന് ചുറ്റും മുസ്ലിം കുടുംബങ്ങളുണ്ട്. ഈദ് ഞങ്ങളുടെ വീട്ടിലും ആഘോഷിക്കാറുണ്ടായിരുന്നു. ആ ദിവസം വീട്ടിൽ ഭക്ഷണം പാകം ചെയ്തിരുന്നില്ല. ചുറ്റുമുള്ള മുസ്ലിം കുടുംബങ്ങളിൽ നിന്നാണ് അന്ന് ഭക്ഷണം കൊണ്ടുവന്നിരുന്നത്. തനിക്കിപ്പോഴും അവരുമായി സൗഹൃദമുണ്ടെന്നും മോദി കൂട്ടിച്ചേർത്തു. എന്നാൽ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുസ്ലിങ്ങൾ തനിക്ക് വോട്ട് ചെയ്യുമോ എന്ന ചോദ്യത്തിന് രാജ്യത്തെ ജനങ്ങൾ തനിക്ക് വോട്ട് ചെയ്യുമെന്ന് അദ്ദേഹം പ്രതികരിച്ചു. അതേസമയം ഉത്തർപ്രദേശിലെ വാരണാസി ലോക്സഭാ മണ്ഡലത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൊവ്വാഴ്ച നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിട്ടുണ്ട്. തുടർച്ചയായി 3ാം തവണയും മണ്ഡലത്തിൽ നിന്ന് വിജയിക്കുമെന്ന പ്രതീക്ഷയിലാണ് മോദി.